ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്ന് വന്നിരിക്കുന്നത് 2023 മലയാളത്തിൽ ചോദിച്ചിരിക്കുന്ന മുഴുവൻ ചോദ്യങ്ങളാണ്. ഏകദേശം ഒരു 150-190 ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ എന്തെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അതൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ നമ്മുടെ അടുത്ത് വരുന്ന ഇനിയുള്ള എല്ലാ എക്സാംസിനും, മലയാളം സിലബസായിട്ട് പഠിക്കുന്ന എല്ലാ എക്സാംസിനും മുമ്പ് നമ്മളൊന്ന് ഓടിച്ചിട്ട് കണ്ട് തീർക്കേണ്ട ഒരു വീഡിയോ ആണിത്. കാര്യം നമുക്ക് എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസോട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും നമുക്ക് വരുന്ന മലയാളം ക്വസ്റ്റ്യൻസ് ഒക്കെ. മലയാളത്തിലൊരു 10 മാർക്കും ഉറപ്പിക്കാനായിട്ട് നിങ്ങൾ ഇങ്ങനത്തെ കുറച്ചധികം PYQs ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മലയാളം ഒന്ന് സെറ്റായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? അഗ്നിയുടെ പര്യായ പദം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അഗ്നിയുടെ പര്യായ പദം ഏതാണ്? അഗ്നിയുടെ പര്യായ പദം അനലനാണ് അഗ്നി, തീ എന്നൊക്കെ പറയുന്നത്. അനിലൻ എന്താണ്? അത് കാറ്റാണ്. ലേഖകൻ സ്ത്രീലിംഗം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ലേഖകൻ എന്താണ്? ലേഖികയാണ്. ലേഖകൻ്റെ സ്ത്രീലിംഗ പദമാണ് ലേഖിക. ശരത് പ്ലസ് ചന്ദ്രൻ ചേർത്ത് എഴുതുമ്പോൾ എന്താണ്? ഇത് നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്നത് ഇതാണോ എന്നായിരിക്കും. പക്ഷേ ഇത് രണ്ടുമല്ല, ആൻസർ വരുന്നത് ശരത്ചന്ദ്രനാണ്. ശരത് പ്ലസ് ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ശരത്ചന്ദ്രൻ, ഇതാണ് ആൻസർ. ഫലേച്ഛ കൂടാതെ എന്നർത്ഥം വരുന്ന പദം ഏത്? ഫലേച്ഛ കൂടാതെ നിഷ്കാമമാണെന്ത്? ഫലേച്ഛ കൂടാതെ. ശ്ലാഘ്യം വിപരീത പദം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണോ ആൻസർ വരുന്നത്? ഗർഹ്യമാണ്. ശ്ലാഘ്യത്തിൻ്റെ വിപരീത പദമാണ് ഗർഹ്യം. വാഗർത്ഥം എന്ന് പറയുന്നത് പിരിക്കുമ്പോൾ എങ്ങനെയാണ്? വാക്ക് പ്ലസ് അർത്ഥമാണ് വാക്കർത്ഥം എന്ന് വരുന്നത്. വാക്ക് പ്ലസ് അർത്ഥം, ഓപ്ഷൻ ഡി ആണ് ആൻസർ. ശരിയായ വാക്യം എടുത്തെഴുതുക. അവൻ്റെ ഭാവിയെപ്പറ്റി ഓർത്ത് ഞാൻ ആശങ്കാകുലനാണ്. ഓരോ വീട് തോറും കയറണം. ആ സമയത്ത് എനിക്കൊന്നും തോന്നിയില്ല. ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുകയല്ലേ നല്ലത്. അവൻ്റെ ഭാവിയെപ്പറ്റി ഓർത്ത് ഞാൻ ആശങ്കാകുലനാണ്. ഈ ഓർക്കുക, ആശങ്കപ്പെടുക രണ്ടും ഏകദേശം സെയിം മീനിങ്. അപ്പോൾ ഇതെന്താണ്? തെറ്റാണ്. ഓരോ വീട് തോറും കയറാം, ഈ ഓരോ വീട് തോറും, ഇത് രണ്ടും ഏകദേശം സെയിം മീനിങ് ആണ്. അപ്പോൾ ഇതും തെറ്റാണ്. ആ സമയത്ത് എനിക്കൊന്നും തോന്നിയില്ല. ഇവിടെ ഇത് ശരിയായ പ്രസ്താവനയാണ്. ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുകയാണ് നല്ലതെന്നായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അപ്പോൾ എന്താ? ഇതും ഇവിടെ തെറ്റാണ്. അപ്പോൾ ആൻസർ വരുന്നത് ആ സമയത്ത് എനിക്ക് ഒന്നും തോന്നിയില്ല എന്നുള്ളതാണ്. പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ് എന്ത്? നിങ്ങൾ. നമ്മൾ ഒരാളെ ബഹുമാനിക്കാനായിട്ട് പറയാൻ നിങ്ങൾ എന്ന് പറയാൻ പറ്റും, അല്ലേ? നെക്സ്റ്റ്, അർത്ഥവ്യത്യാസം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കന്ദരം ഗുഹ. അപ്പോൾ ഇത് പഠിച്ചു വെച്ചു. കന്ദരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുഹയാണ്. ഗന്ധരം എന്താണ്? അത് കഴുത്താണ്. അപ്പോൾ കന്ദരം ഗുഹ, ഇത് രണ്ടും എന്താണ്? നമ്മൾ മീനിങ് ആയിട്ട് പഠിച്ചു വയ്ക്കുക. കന്ദരം ഗുഹ, കന്ദരം. ഈ ദായുടെ വ്യത്യാസത്തിൽ വരുമ്പോഴേക്കും അതിൻ്റെ അർത്ഥം തന്നെ മാറുന്നുണ്ടത് കഴുത്തെന്നാകും. ഇനി ഉട്ടോപ്പിയ എന്ന ശൈലി സൂചിപ്പിക്കുന്ന ആശയം എന്ത്? ഉട്ടോപ്പിയ എന്ന ശൈലി സൂചിപ്പിക്കുന്നത് എന്താണ്? പ്രായോഗികമല്ലാത്തതിനെയാണ് നമ്മൾ ഉട്ടോപ്പി എന്ന് പറയുന്നത്. പ്രായോഗികമല്ലാത്തത്. ഇത് 30/23 അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറുടെ പരീക്ഷയിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറുടേതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കേ. 04/2023 ഇത് നമ്മുടെ LD ടൈപ്പിസ്റ്റാണ്. ടൈപ്പിസ്റ്റിന് മലയാളത്തിൽ നിന്ന് 20 മാർക്കിനാണ് ചോദിക്കാറ്. അപ്പോൾ 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ധാരാളമായി സംസാരിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ധാരാളമായി സംസാരിക്കുക? അത് വാചാലതയാണ്. ശരിയായ വാക്യം തിരഞ്ഞെടുത്തെഴുതുക. കൈക്കൂലി വാങ്ങാനും ആദർശം പ്രസംഗിക്കുകയും വാങ്ങാനും പ്രസംഗിക്കുകയും ചെയ്യാൻ ഇന്നത്തെ നേതാക്കന്മാർക്ക് മടിയില്ല. വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു സെറ്റല്ല, തെറ്റി. കൈക്കൂലി വാങ്ങുവാനും ആദർശം പ്രസംഗിക്കുവാനും ഇന്നത്തെ നേതാക്കന്മാർക്ക് മടിയില്ല. ഇവിടുത്തെ രണ്ടും എന്താണ്? ഏകദേശം ഒരേപോലെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അത് നമുക്ക് ഓക്കെ ആക്കി വെക്കാം. കൈക്കൂലി വാങ്ങുകയും ആദർശം പ്രസംഗിക്കാനും അവിടെയും എന്താണ്? തെറ്റാണ്. കൈക്കൂലി വാങ്ങിച്ചും ആദർശം പ്രസംഗിച്ചും ഇന്നത്തെ നേതാക്കന്മാർക്ക് മടിയില്ല. സോ അതും എന്താണ്? തെറ്റായ പ്രസ്താവനയാണ്. സോ ഇവിടെ നമുക്ക് വരുന്നത് ശരിയായത് ഓപ്ഷൻ ബി ആണ് നമുക്കിവിടെ ശരിയായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കർട്ടൻ ലെക്ചർ എന്ന ഇംഗ്ലീഷ് പ്രയോഗത്തിന് ചേരുന്ന മലയാള ശൈലി. കർട്ടൻ ലെക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? തലയിണ മന്ത്രം. സഭയിൽ പറയാൻ പാടുള്ളത്
എന്ന പദത്തിൻ്റെ വിപരീത പദം എന്തായിരിക്കും? സഭയിൽ പറയാൻ പാടില്ലാത്ത എന്താണ്? അസഭ്യമാണ്. സഭയിൽ പറയാൻ പാടില്ലാത്തത്, അതാണ് അതിൻ്റെ വിപരീത പദം വരുന്നത്. ചക്ഷുശ്രവണ കളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ ഈ വരികൾ അടിവരയിട്ട പദത്തിൻ്റെ സമാന പദം. ചക്ഷുശ്രവണം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരം കൊണ്ട് കേൾക്കുന്നത്. ശരീരം കൊണ്ട് കേൾക്കുന്നത് ആരാണ്? പാമ്പാണ്. അപ്പം ചക്ഷുശ്രവണ കളസ്തമാം ദർദുരം, ദർദുരം എന്ന് പറഞ്ഞാൽ തവളയും, അതായത് പാമ്പിൻ്റെ വായിൽ അകപ്പെട്ട തവള എന്ത് ചെയ്യുന്നുണ്ട്? ഭക്ഷണത്തിന് അപേക്ഷിക്കുകയാണ്. മറ്റ് ആ ഒരു ഇതായിട്ടുള്ള വരുന്ന ശ്ലോകമാണിത്. അപ്പോൾ ചക്ഷുശ്രവണം എന്ന് പറഞ്ഞാൽ അത് പാമ്പാണ്. ഏതറിവും ഉപയോഗിക്കാതിരുന്നാൽ നശിച്ചു പോകും എന്ന ആശയം വരുന്ന പഴഞ്ചൊല്ലേത്? ഏതായിരിക്കും? ഇരുമ്പും വിദ്യയും ഇരിക്കെ കെടും, അല്ലെ? ഇരുമ്പ് എന്താണ്? ഇരിക്കെ കെട്ടുപോകും. അതേപോലെ തന്നെയാണ് ഇരുമ്പും വിദ്യയും ഇരിക്കെ കെട്ടുപോകും. ചാണ എന്ന പദത്തിൻ്റെ പര്യായം എന്ത്? ചാണ എന്ന് പറഞ്ഞാൽ എന്താണ്? പര്യായമാണ് ചോദിച്ചിരിക്കുന്നത്. അത് നികഷമാണ്. എന്ന് പറഞ്ഞാൽ ഈ ഉരകല്ലില്ലേ നമ്മൾ ഒരച്ചയ്ക്ക് നോക്കുന്നത്, അതിനെയാണ് നമ്മൾ ചാണ, നികഷം എന്നൊക്കെ പറയുന്നത്. കന്മഷം എന്ന് പറഞ്ഞാൽ പാപം. അതേപോലെ തന്നെ ചഷം എന്താണ്? ചഷം എന്ന് പറഞ്ഞാൽ മീനാണ്. ബാണം നമുക്കറിയാം, അല്ലേ? അമ്പാണ് ബാണം എന്ന് പറയുന്നത്. അവസാനിപ്പിക്കുക എന്ന ആശയം വരുന്ന മലയാള ശൈലി. അവസാനിപ്പിക്കുക, ഭരതവാക്യം പാടുക, അതിനെയാണ് അവസാനിപ്പിക്കുക എന്ന് പറയുന്നത്. ഒരുവളുടെ എന്ന പദം പിരിച്ചെഴുതി കഴിഞ്ഞാൽ എന്താണ്? ഒരു പ്ലസ് അൾ പ്ലസ് ഉടെ, ഇതാണ് ഒരുവളുടെ എന്നത് വരുന്നത്. താഴെ തന്നിരിക്കുന്ന പദങ്ങളിൽ നിന്ന് നശിക്കുന്നത് എന്നർത്ഥം വരുന്നത്, നശിക്കുന്നത് എന്നർത്ഥം വരുന്ന ഏതാണ്? അനിത്യം, നിത്യമല്ലാത്തത്, അതാണ് നശിക്കുന്നത് എന്നർത്ഥം വരുന്നത്. അനിത്യമാണ്, നിത്യമല്ലാത്തതാണ്, നശിച്ചു പോകുമെന്നുള്ളത്. നെക്സ്റ്റ് നോക്കിക്കേ, പെനി വൈസ് പൗണ്ട് ഫൂളിഷ് എന്ന് പറഞ്ഞാൽ ഇതിന് അനുയോജ്യമായ മലയാള ചൊല്ലാണ് ചോദിച്ചിരിക്കുന്നത്. പെനി വൈസ് ഫൗണ്ട് ഫൂളിഷ് എന്ന് പറഞ്ഞാൽ പൗണ്ട് ഫൂളിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആന ചോരുന്നത് അറിയില്ല, പേൻ ചോരുന്നത് അറിയും. അതായത് ചെറിയ കാര്യങ്ങളിൽ ഭയങ്കര പിശുക്ക് കാണിക്കും, എന്നാൽ വലിയ കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും വളരെയധികം പാകപ്പിഴകൾ വരുന്നതിനെയാണ് എന്ത് പറയുന്നത്? പാഴ്ചെലവൊക്കെ കാണിക്കുന്നതിനെയാണ് ആന ചോരുന്ന അറിയില്ല പക്ഷേ പേൻ ചോരുന്ന അറിയാം. അതായത് പെനി വൈസ്, അതായത് കുഞ്ഞു ഇതുപോലെ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കും. വലിയ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ എന്താണ്? അതൊക്കെ പാഴ്ചെലവാക്കുക എന്നുള്ളത്. കലാനൈപുണ്യം എന്ന സമസ്ത പദം വിഗ്രഹിച്ചെഴുതുമ്പോൾ കിട്ടുന്നത് കലകളിലുള്ള നൈപുണ്യത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കലയുടെ നൈപുണ്യമാണോ? കലയും നൈപുണ്യമല്ല, കലകളിലുള്ള നൈപുണ്യമാണ് കലാനൈപുണ്യം എന്ന് പറയുന്നത്. ശരിയായ പദം എഴുതുക. മധ്യാഹ്നം. മധ്യാഹ്നം എങ്ങനെയാണ് ശരിയായിട്ട് എഴുതുന്നത്? ഓപ്ഷൻ സി ആണ്, മധ്യാഹ്നം ഇങ്ങനെയാണ് ശരിയായിട്ട് എഴുതുന്നത്. ആർപ്പ് വിളിക്കുവിൻ ഉണ്ണികളെ ഇല കടലേ മേന്മേൽ കുരവയിടൂ എന്ന് പറയുന്നതിൽ എന്താണ്? ഈ മേന്മേൽ എന്നതിനെ സന്ധിയാണ് ചോദിച്ചിരിക്കുന്നത്. അടിവരയിട്ട പദത്തിൻ്റെ സന്ധിയാണ് ചോദിച്ചിരിക്കുന്നത്. മേന്മേൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൻ പ്ലസ് മേലാണ് മേന്മേൽ. അത് എന്ത് സന്ധിയാണ്? ആദേശ സന്ധിയാണ്. വന്നാൻ എന്ന ശബ്ദത്തിലെ ആൻ പ്രത്യയം ഏത് ലിംഗത്തെ സൂചിപ്പിക്കുന്നു? വന്നാൻ. ആൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പുല്ലിംഗം. എങ്ങനെയൊക്കെ വരുന്നത് നമുക്കറിയാം. അടിയാൻ എന്ന് പറഞ്ഞാൽ ആണുങ്ങളെയാണ് പറയുന്നത്. അതേപോലെ അതിൻ്റെ സ്ത്രീലിംഗം എന്താണ്? അടിയാൻ, അടിയാത്തി. അതേപോലെ ആശാൻ, ആനല്ലേ വരുന്നത്, അതിൻ്റെ സ്ത്രീലിംഗം എന്താണ്? ആശാത്തി എന്നൊക്കെ പറയും. ആശാത്തി അല്ലെങ്കിൽ ആശാട്ടിയൊക്കെ സ്ത്രീലിംഗ പദമായിട്ട് വരും. അതേപോലെ സ്ത്രീലിംഗത്തിലുള്ള പ്രത്യയം വരുന്നത് ഈയും അള്ളും ഒക്കെയാണ്. അതായത് കണ്ടോ, രാജ്ഞി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അല്ലേ അവസാനം വരുന്നത്. അതേപോലെ തന്നെ മകൾ, അള്ളു വരും. ഈ ഈയും അള്ളും വരുന്ന എന്തിലാണ്? സ്ത്രീലിംഗത്തിലാണ്. ആർഷം എന്ന ഒറ്റപ്പദത്തിന് അനുയോജ്യമായ പദമാണ് എന്ത്? ഋഷിയെ സംബന്ധിച്ചതാണ് ആർഷം. എപ്പോഴും ചോദിക്കുന്നതാണ്, ഒത്തിരി ക്വസ്റ്റ്യൻ. ഇപ്പം നമ്മളിപ്പോൾ കണ്ടതിൽ തന്നെ ഒരു 3-4 തവണ കണ്ടു. ആർഷം എന്ന ഒറ്റപ്പദത്തിന് അനുയോജ്യമായ ആശയം എന്താണ്? ഋഷിയെ സംബന്ധിച്ച്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. താഴെ തന്നിരിക്കുന്നവയിൽ ദുഷ്കീർത്തി എന്ന അർത്ഥം വരുന്ന പദം. ദുഷ്കീർത്തിയാണ് എന്ത്? കുപ്രസിദ്ധി എന്ന് പറയുന്നത്. സാധാരണയായി എൻ്റെ സ്നേഹിതൻ ധരിക്കുന്നത് വെള്ള വസ്ത്രമാണ്, പക്ഷേ ഇടയ്ക്ക് മറ്റുള്ളവയും ധരിക്കും. മുകളിൽ തന്നിരിക്കുന്നതിലെ ഘടകപദം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഘടകപദം ഏതാണ്? പക്ഷേ. അതായത് എന്താണ്? 2 സെൻറ്റൻസുകൾ തമ്മിൽ നമ്മൾ കൺജങ്ഷൻ എന്ന് പറയും ഇംഗ്ലീഷിൽ. അതായത് ഓ അല്ലെങ്കിൽ എങ്കിലും, അതേപോലെ എന്നിട്ടും, എന്നാലും, അനന്തരം, ഒന്നുകിൽ, അല്ലെങ്കിൽ, ഇതൊക്കെ എന്താണ്? നമുക്കിവിടെ ഘടകപദമായിട്ട് വരുന്നതാണ്. അല്ലെങ്കിൽ, അതേപോലെ പക്ഷേ. അപ്പോൾ ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? പക്ഷേ. ഇത് തമ്മിൽ എന്താണ്? ഒന്ന് വേർതിരിപ്പിച്ചേക്കുവാണ് അല്ലേ? അപ്പോൾ പക്ഷേയാണ് ഇവിടുത്തെ ഘടകപദം. നെക്സ്റ്റ് നോക്കിക്കേ. അഹമഹമികയ പാവകജ്വാലകൾ അമ്പരത്തോളം ഉയർന്നു ചെന്നു മുത. ഇവിടെ അഹമഹമികയ എന്ന സവിശേഷ പ്രയോഗത്തിൻ്റെ ആശയം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് പഠിച്ചു വെച്ചോ. അഹമഹമികയ എന്ന് പറഞ്ഞാൽ ഞാൻ മുൻപേ എന്നുള്ളതാണ് അഹമഹമികയ.
ഗുരു എന്ന പദത്തിൻ്റെ പര്യായ പദം അല്ലാത്തത്. ഉപാധ്യായൻ എന്ന് പറഞ്ഞാൽ ഗുരുവാണ്, ഗുരുനാഥൻ, ആചാര്യൻ, ഇത് രണ്ടും നമുക്ക് അറിയാൻ പറ്റും. സതീർത്ഥ്യൻ ആരാണ്? കൂട്ടുകാരനാണ്. അപ്പോൾ ഉപാധ്യായൻ എന്ന് പറഞ്ഞാലും ഗുരുവാണെന്നൊന്ന് പഠിച്ചു വെക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, സതീർത്ഥ്യനാണ് ഗുരു എന്ന പദത്തിൻ്റെ പര്യായ പദം അല്ലാത്തതായിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന ഇംഗ്ലീഷ് ശൈലിയുടെ മലയാള പരിഭാഷ. ഇതും എന്താണ്? ഇത് 16/23. ഇതും ടൈപ്പിസ്റ്റിനാണ്. അപ്പോൾ ഇവിടെയും എന്തുണ്ട്? നമുക്കൊരു 20 ക്വസ്റ്റ്യൻ ഉണ്ട്. താഴെ പറയുന്ന ഇംഗ്ലീഷ് ശൈലിയുടെ മലയാള പരിഭാഷ. ക്യാച്ച് വൺ റെഡ് ഹാൻഡഡ് എന്താണ്? കയ്യോടെ പിടിക്കുക, അതിനെയാണ് ക്യാച്ച് വൺ റെഡ് ഹാൻഡഡ് എന്ന് പറയുന്നത്. ഓളം നിന്നിട്ട് കടലാടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഓളം നിന്നിട്ട് കടലാടുക എന്ന് പറഞ്ഞാൽ അസാധ്യമായ കാര്യം ഒരിക്കലും എന്താണ്? നമ്മൾ ഓളം മാറിയിട്ട് അല്ലെങ്കിൽ തിര മാറിയിട്ട് കടലിൽ ഇറങ്ങാന്നൊക്കെ വിചാരിച്ച് ഇന്ന് നടക്കുമോ? കാര്യം ഒരിക്കലും അത് അസാധ്യമായ കാര്യമാണ് ഓളം നിന്നിട്ട് കടലാടുക എന്ന ശൈലി. താഴെ പറയുന്നവരിൽ നിന്നും ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. കുറച്ച് ദൂരത്തേക്ക് മുന്നിലേക്ക് നടന്നാൽ വായനശാലയിലെത്താം, അല്ലേ? ഇനി എന്താണ്? കുറച്ച് ദൂരത്തേക്ക് മുന്നോട്ട് നടന്നാൽ വായനശാലയിലെത്താം. കുറച്ച് ദൂരം മുന്നോട്ട് നടന്നാൽ വായനശാലയിലെത്താം. കുറച്ച് ദൂരം മുന്നോട്ടേക്ക് നടന്നാൽ വായനശാലയിലെത്താം. നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം, കുറച്ച് ദൂരം മുന്നോട്ട് നടന്നാൽ വായനശാലയിലെത്താം എന്നുള്ളതാണ് ശരിയായ പ്രസ്ഥാനം. വാൾസ് ഹാവ് ഇയേഴ്സ് എന്ന ഇംഗ്ലീഷ് പഴഞ്ചൊല്ലിന് സമാനമായ മലയാളം ചൊല്ലെന്താണ്? എന്താണ്? വാൾസ് ഹാവ് ഇയേഴ്സ് എന്താണ്? മതിലുകൾക്കും എന്താണ്? ചെവിയുണ്ടെന്ന് പറയത്തില്ല. അപ്പോൾ എന്താണ്? അരമന രഹസ്യം അങ്ങാടിപ്പാട്ടാണത്, അല്ലേ? അതായത് അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യമാണെങ്കിലും എന്താണ്? അവിടുത്തെ ഭിത്തികൾക്ക് പോലും ചെവിയുണ്ട്. അപ്പോൾ അരമന രഹസ്യം അങ്ങാടിപ്പാട്ട് എന്നതാണ് അതിന് സമാനമായ മലയാളം ചൊല്ല്. താഴെ പറയുന്ന പദങ്ങളുടെ പിരിച്ചെഴുത്ത് രൂപമാണ് വേണ്ടത്. അതായത് 65ഉം 66. വിഷയികം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണത് പിരിച്ചെഴുതുന്നത്? വിഷയ പ്ലസ് ഏകമാണ് വിഷയികം എന്ന് വരുന്നത്. സുഹൃജനം എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? സുഹൃത്ത് പ്ലസ് ജനം, ഇതാണ് സുഹൃജനം എന്ന് പറയുന്നത്. സുഹൃത്ത് പ്ലസ് ജനം. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഏതാണ് ശരിയായ പദം? ഉച്ചാരണം, ഇതാണ് ഇവിടെ ശരിയായ പദമായിട്ട് വരുന്നത്. ഉച്ചാരണം, ബാക്കിയെല്ലാം തെറ്റാണ്. ഇനി 68ഉം 69ഉം എന്താണ് ചെയ്യേണ്ടത്? സമസ്ത പദങ്ങളുടെ വിഗ്രഹ രൂപമാണ് വേണ്ടത്. ആശങ്കകൾ. ഇവിടെ എന്താണ്? ഭയത്തിനും ആശങ്കയ്ക്കും പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? ഭയവും ആശങ്കയുമാണ്. അതായത് 2 പദങ്ങൾക്കും തുല്യ പ്രാധാന്യം വരുന്നുണ്ട്. സുഹൃതാമൃതം എന്താണ്? സുഹൃതാമൃതം എന്ന് പറഞ്ഞാൽ സുഹൃതമാകുന്ന അമൃതം, ഇതാണ് വിഗ്രഹിച്ചെഴുതുമ്പോൾ വരുന്നത്. ഭർത്തൃനിഷ്ഠയുള്ളവൾ എന്ന പദത്തിന് തുല്യമായ പദമാണ് പതിവ്രത. ഒറ്റപ്പദം നമ്മൾ പഠിക്കുന്നതാണ്. ഭർത്തൃനിഷ്ഠയുള്ളവൾ എന്നതിന് ഒറ്റപ്പദമാണ് എന്ത്? പതിവ്രത എന്ന് പറയുന്നത്. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ നിന്ന് തെറ്റായ പദം കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റായ പദം ഇവിടെ ഏതാണ്? ജീവശവമാണ് തെറ്റായി വരുന്നത്. ജീവശവം, ഇതാണ് തെറ്റായി വരുന്നത്. ശരിക്കും അതെങ്ങനെയാണ് എഴുതേണ്ടത്? ജീവച്ഛവം, ഇതാണ് ശരിയായ പ്രസ്താവന, ശരിയായിട്ട് എഴുതേണ്ടത്. വിമ്മിട്ടം ശരിയാണ്. സമ്രാട്ട്, ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. സാമ്രാട്ടെന്ന് തരും, അത് തെറ്റാണ്. എന്താണ്? സമ്രാട്ടാണ് ശരി. അതേപോലെ വിമ്മിട്ടം എങ്ങനെ എപ്പോഴും ചോദിക്കുന്നത്? നമ്മൾ വിമ്മിട്ടം എന്നാണ്, നമ്മൾ വിമ്മിഷ്ടം എന്നാണ് പറയുന്നത്. പക്ഷെ ഇതെന്താണ്? തെറ്റാണ്. ശരിക്കും എന്താണ്? വിമ്മിട്ടമാണ്. ഇതെപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഭാഗിനേയൻ എന്ന പദത്തിൻ്റെ എതിർലിംഗം. ഭാഗിനേയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സഹോദരിയുടെ പുത്രനെയാണ് നമ്മൾ ഭാഗിനേയൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് എതിർലിംഗം എന്ന് പറയുന്നത് ഭാഗിനേയിയാണ്. ഭാഗിനേയി സഹോദരിയുടെ പുത്രിയാണ് എന്താ? ഭാഗിനേയി. ചുവടെ കൊടുത്തിട്ടുള്ളതിൽ കണ്ണാടി എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തത്. കണ്ണാടി അല്ലാത്തതെന്ന് പറഞ്ഞാൽ കർപ്പരമാണ്. ആദർശം കണ്ണാടിയാണ്, മുഖുരം കണ്ണാടിയാണ്, ദർപ്പണം കണ്ണാടിയാണ്. അപ്പോൾ കർപ്പരം എന്ന് പറഞ്ഞാൽ തലയോട്, കപാലം, നമ്മുടെ തലയോട്ടിയൊക്കെ കർപ്പരം എന്ന് പറയും. അപ്പോൾ ആദർശം, മുകുരം, ദർപ്പണം, ഇത് മൂന്നും എന്താണ്? കണ്ണാടിയാണ്. തവള എന്ന പദത്തിന്റെ പര്യായം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ? ദർദുരമാണ് തവള. ദർദുരം തവളയാണ്. ആസ്തിക്യത്തിന്റെ വിപരീത പദമാണ് എഴുതേണ്ടത്. ആസ്തിക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? വിപരീത പദമാണ് നാസ്തിക്യം. ഉൽപ്പത്തിഷ്ണു ഉദാരൻ, ഊർജ്ജസ്വലൻ, അപരാധി, ഇതൊന്നുമല്ല. ഉൽപ്പത്തിഷ്ണു എന്താണ്? മീനിങ് എന്താ? ഉൽപ്പത്തിഷ്ണു എന്ന് പറഞ്ഞാൽ അതായത് പുരോഗമന ചിന്തയുള്ളവർ എന്നൊക്കെയാണ് ഉൽപ്പത്തിഷ്ണു. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് യാഥാസ്ഥിതികനാണ്. യാഥാസ്ഥിതികൻ. അപ്പോൾ ഇവിടെ ആൻസർ എന്താ പറയുന്നത്? ഇതൊന്നുമല്ല. പമ്പരം ചുറ്റുക എന്ന ശൈലിയുടെ അർത്ഥം എന്താ? പമ്പരം ചുറ്റുക, അതായത് നമ്മളെന്താ? കഷ്ടപ്പെടുക. നമ്മൾ പമ്പരം ചുറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞു, നമ്മൾ കഷ്ടപ്പെട്ടു പോയി എന്ന് വരുന്ന മീനിങ് ആണത്. താഴെ കൊടുത്തിട്ടുള്ള വെയർ ദേർ ഈസ് എ വിൽ ദേർ ഈസ് എ വേ എന്ന ചൊല്ലിന് സമാനമായ പഴഞ്ചൊല്ല് എന്താണ്? വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. അയാൾ രാപ്പകലില്ലാതെ അഹോരാത്രം. ഈ അഹോരാത്രം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? പകലും രാത്രിയെന്ന. സോ ഇവിടെ രാപ്പകലും അഹോരാത്രം രണ്ടും വേണ്ട ആവശ്യമില്ല. ഇവിടെ നോക്കിക്കേ, അഹോരാത്രം
മുഴുവൻ പണിയെടുത്തു. രാവും പകലും, ഇവിടെ എന്താണ് രാവും പകലുമുണ്ട്, അഹോരാത്രവുമുണ്ട്. അതും അവിടെ തെറ്റാണ്. അഹോരാത്രം മുഴുവൻ പണിയെടുക്കുന്നില്ല, അയാൾ രാപ്പകലില്ലാതെ പണിയെടുത്തു എന്നുള്ളതാണ് ഇവിടെ ശരിയായ പ്രസ്താവന. ഇനി ചുവടെ ചേർത്തിട്ടുള്ള നിന്നും ഒറ്റയായ പദം എടുത്തെഴുതുക. എന്താണ് ഒറ്റയായ പദം? നമ്മൾ നേരത്തെ പഠിച്ചതാണല്ലേ, കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തപ്പോൾ പഠിച്ചാണ്. ആമ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? മാവാണ്. അപ്പം ആനനം, വക്ത്രം, ആസ്യം, വദനം, ലബനം എന്നൊക്കെ പറയുന്നത് എന്താണ്? മുഖമാണ്. മുഖത്തിൻ്റെ പല പല പര്യായങ്ങളാണ് ആനനം, വക്ത്രം, ആസ്യം. അപ്പം ആമ്രം എന്ന് പറഞ്ഞാൽ അത് മാവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ 31/2023. ഇത് നമ്മുടെ ഡിഗ്രി പ്രിലിംസ് ആണ്. ഇനി അങ്ങോട്ടൊരു 3 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് ഡിഗ്രി പ്രിലിംസിൻ്റെത്. എന്താണ്? നദിയുടെ പര്യായ പദമാണ് എന്ത്? തടിനി. തടിനി എന്ന് പറഞ്ഞാൽ എന്താണ്? നദിയാണ്. അതേപോലെ മറ്റു പര്യായങ്ങൾ എന്തൊക്കെയാണ് നദിയുടേത്? സരിത്ത്, അതേപോലെ തരംഗിണി, ഇതൊക്കെ എന്താണ്? നദിയാണ്. നദിയുടെ പര്യായ പദങ്ങളാണ്. വിപരീത പദം എഴുതുക. ചഞ്ചലം. ചഞ്ചലത്തിൻ്റെ ഓപ്പോസിറ്റാണ് എന്ത്? അചഞ്ചലം. അചഞ്ചലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്മൂവബിൾ, അനക്കാൻ പറ്റാത്തത്. ചഞ്ചലം എന്ന് പറഞ്ഞാൽ ഒരു ഉറപ്പുമില്ലാത്ത, നമുക്ക് എങ്ങനെ വേണമെങ്കിലും മൂവ് ചെയ്യിക്കുക എന്നുള്ളതാണ്. ഉണ്മ പിരിച്ചെഴുതുക. ഉണ്മ എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? ഉൾ പ്ലസ് മായാണ് ഉണ്മ. ഉൾ പ്ലസ് മായാണ് ഉണ്മ വരുന്നത്. ശരിയായ പദം ഏതാണ്? നിശ്ചയം. എങ്ങനെയാണ് എഴുതുന്നത്? ഓപ്ഷൻ സി നിശ്ചയം. ഇതാണ് നിശ്ചയം ശരിയായി എഴുതേണ്ടത്. സമാന പദം ഏത്? ഇനൻ. ഇനൻ എന്ന് പറഞ്ഞാൽ ആരാണ്? സൂര്യനെയാണ് നമ്മൾ ഇനൻ എന്ന് പറയുന്നത്. തെറ്റില്ലാത്ത വാക്യം ഏത്? നന്ദി രേഖപ്പെടുത്തുന്നു, നന്ദി പറയുന്നു, നന്ദി തരുന്നു, നന്ദി വാങ്ങുന്നു. നന്ദി തരികയും നന്ദി വാങ്ങുമെന്നല്ല, നമുക്കിവിടെ കൺഫ്യൂഷൻ വരുന്നത് ഇത് രണ്ടും ആയിരിക്കും. നന്ദി രേഖപ്പെടുത്തുകയല്ല നമ്മൾ ചെയ്യേണ്ട, നന്ദി പറയുന്നു. ഇതാണ് ശരിയായ വാക്യം. ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത്, ചേറ്റിൽ കുത്തിയ കൈ, നമ്മളെന്താ ചേറിൽ പണിയെടുത്താലേ ചേറ്റിൽ കുത്താൻ പറ്റുള്ളൂ. അതായത് ചോറ്റെന്ന് പറഞ്ഞാൽ നമ്മുടെ ചോറിൽ, അതായത് ഇവിടെ അധ്വാനത്തിൻ്റെ മഹത്വമാണ് അവിടെ പറയുന്നത്. അതായത് അധ്വാനിച്ചാലേ ഭക്ഷണം കഴിക്കാനുള്ള അർഹതയുള്ളൂ എന്നുള്ളത്. ആസ് എ സീഡ് സോ ദ സ്പ്രൗട്ട്. എന്താണ്? വിത്ത് ഗുണം 10 ഗുണം. ആസ് എ സീഡ് എങ്ങനെയാണോ അതേപോലെ ആയിരിക്കും എന്ത് വിളവ് വരുന്നത്. സോ വിത്ത് ഗുണം 10 ഗുണം. ഈ പ്ലസ് അള്ളാണ് എന്ത്? ഇവൾ. ഈ പ്ലസ് അള്ളാണ് ഇവൾ. കുളം കോരി എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? കുളം കോരുക. എന്താണ്? നശിപ്പിക്കുക. കുളം കോരി നശിപ്പിക്കുക എന്ന് പറയത്തില്ലേ? കുളം കോരുക എന്ന് പറഞ്ഞാൽ എന്താണ്? നശിപ്പിക്കുക. നെക്സ്റ്റ് 37/2023. ഇതും എന്താണ്? ഡിഗ്രി പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. അനുഗ്രഹീതം. നമ്മളിത് കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു. അനുഗ്രഹീതം ശരിയായത് എങ്ങനെയാണ്? ഓപ്ഷൻ ബി. ഇങ്ങനെയാണ് അനുഗ്രഹീതം എന്നെഴുതുന്നത്. ഈ ഗൃഹാണെന്ന് ഓർത്ത് വയ്ക്കുക. അനുഗ്രഹീതം. ഇനി നമ്പ്യാർ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗമാണ് നങ്ങ്യാർ. നങ്ങ്യാർ. അന്തസത്ത പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? ഇവിടെ 2 കുത്ത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലസ് സത്ത, അതാണ് അന്തസത്ത പിരിച്ചെഴുതുന്നത്. ശരിയായ വാക്യം ഏത്? എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകനെ യാത്രാമധ്യേ കണ്ടുമുട്ടി. എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവനെയാണല്ലോ സഹപ്രവർത്തനം എന്ന് പറയുന്നത്. സോ അവിടെ രണ്ടും വരേണ്ട ആവശ്യമില്ല. എൻ്റെ ഒരു സഹപ്രവർത്തകനെ യാത്രാമധ്യേ കണ്ടുമുട്ടി. ഓക്കെ, അത് ഓക്കെയാണ്. യാത്രാമധ്യേ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകനെ കണ്ടുമുട്ടി. അതും എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളെ കണ്ടുമുട്ടി. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നതാണ് എൻ്റെ ഒരു സഹപ്രവർത്തകനെ യാത്രാമധ്യേ കണ്ടുമുട്ടി. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. പുരോഗതി എന്ന പദത്തിൻ്റെ വിപരീതമാണ് എന്ത്? പശ്ചാത്ഗതി. പുരോഗതി, പശ്ചാത്ഗതി. കാടും പടലും തല്ലുക എന്ന ശൈലിയുടെ അർത്ഥമായത് എന്താണ്? അപ്രസക്തമായത് പ്രതിപാദിക്കുക. ആവശ്യമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നതിനെയാണ് കാടും പടലും തല്ലുക എന്ന് പറയുന്നത്. ചേർത്തെഴുതുക. വിദ്യുത് പ്ലസ് ശക്തി. എന്താണ്? വിദ്യുത് പ്ലസ് ശക്തിയാണ് വിദ്യുത് ശക്തി. ഈ ചായം ഈ ഇതായിരിക്കും നമുക്ക് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ചോദിച്ച് കാണാറുള്ളത്. എപ്പോഴും നമുക്ക് തെറ്റിപ്പോകുന്നതും കുറച്ച് കാര്യങ്ങൾ ഈ 2 വേർഡ്സ് ഉപയോഗിച്ച് വരുന്ന വാക്കുകളായിരിക്കും. അതൊന്നും നിങ്ങൾ നന്നായിട്ട് നോക്കിയിട്ട് വേണം പോകാനായിട്ട്. ശരിയായ വിവർത്തനം ഏത്? ദ ബ്ലഡ് ഓഫ് ദ റവല്യൂഷണറീസ് കോസ്ഡ് ത്രൂ ദ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിപ്ലവകാരികളുടെ രക്തം എന്താണ്? തെരുവിലൂടെ ഒഴുകി. അതിനെയാണ് ദ ബ്ലഡ് ഓഫ് ദ റവല്യൂഷണറീസ്, വിപ്ലവകാരികളുടെ രക്തം തെരുവിലൂടെ ഒഴുകുന്നു. പുല്ല് എന്നർത്ഥം വരുന്ന പദമാണെന്ത്? തൃണം. നീ എനിക്ക് വെറും തൃണമാണെന്നൊക്കെ പറഞ്ഞ സിനിമകളിലൊക്കെ കേട്ടില്ല. എന്ന് പറഞ്ഞാൽ എന്താണ്? തൃണം എന്ന് പറഞ്ഞാൽ പുല്ല് എന്നാണ് അർത്ഥം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കാക്കയുടെ പര്യായ പദമല്ലാത്തത്. അപ്പോൾ ചിരഞ്ജീവിയാണ് ആൻസർ. അപ്പോൾ നമ്മളിവിടെ പഠിക്കേണ്ടത് എന്താണ്? കാക്കയുടെ പര്യായ പദങ്ങളാണ് ഏകദൃഷ്ടി, ബലിബുക്ക്, വിശ്വകേതു എന്നുള്ളത്.
നെക്സ്റ്റ് നോക്കിക്കേ 47/2023 അതും എന്താണ് ഡിഗ്രി പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. മണൽ പ്ലസ് അരണ്യം, ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. മണൽ പ്ലസ് അരണ്യം എന്ന് പറഞ്ഞാൽ മണൽ അരണ്യമാണ്. നമ്മൾ എപ്പോഴും അത് ഇതിലേക്ക് അങ്ങ് പോകും. മണലോരണ്യം എന്നല്ല നമുക്കറിയാൻ പറ്റും, നമ്മൾ ഇതിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. മണൽ പ്ലസ് അരണ്യം എന്ന് പറഞ്ഞാൽ മണലരണ്യമാണ്. ഇവിടെ ഈ ഒരു ചിഹ്നമില്ല, നമ്മൾ പറയാനുള്ള എളുപ്പത്തിലാണ് മണലാരണ്യം എന്ന് പറയുന്നത്. പക്ഷെ അവിടെ എന്താണ് മണലരണ്യമാണ് ആൻസർ ആയിട്ട് വരുന്നത്. കിഴക്കോട്ടേക്ക്, മേലോട്ടേക്ക് തുടങ്ങിയ ഉദാഹരണങ്ങൾ ആവർത്തന ശബ്ദം എന്താണ് എയ്ക്ക് അല്ലെ. കിഴക്കോട്ടേക്ക്, മേലോട്ടേക്ക്, അവിടെ എന്താണ് എയ്ക്ക് എന്നതാണ് അവിടെ ആവർത്തിച്ച് വരുന്ന ശബ്ദം. വേദവാക്യം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്ന എന്താണ് അലംഘനീയമായ അഭിപ്രായം. അതായത് അവൻ്റെ വാക്കെന്താ, അതാണല്ലോ നിനക്ക് വേദവാക്യം എന്നൊക്കെ പറയത്തില്ല. അതായത് നമ്മളത് ഒരാളൊരു കാര്യം പറഞ്ഞാൽ നമ്മളത് ഗണ്ണിക്കത്തില്ല. അതായത് ഇപ്പം നമ്മുടെ അച്ഛൻ പറയാം, നിനക്ക് നിൻ്റെ അച്ഛൻ പറയുന്നല്ലേ വേദവാക്യം എന്ന് പറഞ്ഞാൽ എന്താണ്, അച്ഛൻ പറയുന്നത് ന്യായമാണ്, നമ്മൾ അതിനെ തെറ്റിക്കില്ല. അതാണ് നമ്മൾ ലംഘിക്കാത്ത അഭിപ്രായത്തെയാണ് നമ്മൾ വേദവാക്യം എന്ന് പറയുന്നത്. താഴെ പറയുന്നവയിൽ ഓളത്തിന്റെ പര്യായപദം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അത് ആളമാണ്. ആളം എന്ന് പറഞ്ഞാൽ എന്താണ് സമുദ്രം. അപ്പൊ ഭംഗം എന്ന് പറഞ്ഞാൽ തിര അല്ലെങ്കിൽ ഓളം, തരംഗം, വീജി, ഇവ മൂന്നും എന്താണ് ഓളത്തിന്റെ പര്യായമാണ്. അപ്പൊ അതും കൂടി പഠിച്ചു വെക്കുക. ഭംഗം, തരംഗം, വീജി ഒക്കെ എന്താണ് ഓളം, തിര, ഇതെല്ലാം തിരയുടെ പര്യായ പദങ്ങളാണ്. ശരിയായ പദം തിരിച്ചറിയുക എങ്ങനെയാണ്? അസ്തമനം എന്നല്ല, അസ്തമയമാണ്. അസ്തമയം. സ്വജീവിതത്തിൽ അച്ചടക്കം പാലിക്കാത്ത അധ്യാപകർ കുട്ടികളോട് അച്ചടക്കത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് വൈരുദ്ധ്യമാണ്. നമുക്ക് വിരോധാഭാസമാണിലേക്ക് പോകും, പക്ഷെ ആൻസർ വന്നത് വൈരുദ്ധ്യമാണ്. മരങ്ങൾ എന്നിവ പിരിച്ചെഴുതുമ്പോൾ എന്ത് വരും? മരം പ്ലസ് കള്ളാണ് മരങ്ങൾ. വട്ടം പ്ലസ് പലക, വട്ടപ്പലക, വട്ടപ്പലക, വട്ടം പ്ലസ് പലക, വട്ടപ്പലക. കുഞ്ഞുങ്ങൾ എന്ന പദത്തിലെ വചന പ്രത്യയം എന്താണ്? കുഞ്ഞുങ്ങൾ. അതെന്താണ്? കൾ. കുഞ്ഞ് പ്ലസ് കൾ, കുഞ്ഞുങ്ങൾ. ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. വരനും വധുവും തമ്മിൽ മാലയിട്ടു. വരനും വധുവും അന്യോന്യം വിവാഹിതരായി. പിന്നെന്താ പറയുന്നത്? വരനും വധുവും തമ്മിൽ വിവാഹിതരായി, വരനും വധുവും അന്യോന്യം തമ്മിൽ വിവാഹിതരായി. ഇത് വരില്ല. വരനും വധുവും വിവാഹിതരായി, കാര്യം അവർ വരനും വധുവാണല്ലോ അവർ തമ്മിൽ വിവാഹിതരായി എന്ന് പറയില്ല. വരനും വധുവും അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഇപ്പം നമ്മൾ പറയുമോ അവൻ അവളെ കിട്ടി അവൾ അവനെ കിട്ടി എന്നല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹിതരായി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് രണ്ടുപേര് തമ്മിലുള്ളതാണ്. സോ ഇവിടെ ഇതും വേണ്ട. വരനും വധുവും തമ്മിൽ മാലയിട്ടു, അത് വേണമെങ്കിൽ ഓക്കെയാണ്. അപ്പം നമുക്കിവിടെ ശരിയായ വാക്യം എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാലയിട്ടു എന്നുള്ള കൺസെപ്റ്റാണ് വരനും വധുവും തമ്മിൽ മാലയിട്ടു എന്നുള്ളത്. നെക്സ്റ്റ് ആണ് 91ാമത്തെ ക്വസ്റ്റ്യൻ, അതായത് 34/24 നമ്മുടെ ബെവ്കോ LDയുടെ മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ബെവ്കോ LD മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. എന്താണ്? ഡാഷ് ആണ് ഉന്മീലനത്തിൻ്റെ വിപരീതം. ഉന്മീലനത്തിൻ്റെ ഓപ്പോസിറ്റാണ് നിമീലനം. നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഉന്മീലനം, നിമീലനം. കണ്ടു എന്നത് പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? കൺ പ്ലസ് തു, കണ്ടു. ഓപ്ഷൻ സി ആണ് വരുന്നത്, കൺ പ്ലസ് തു. കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? ആദർശം, കണ്ണാടി, ദർപ്പണം, കൈതവം. ഇവിടെ ഏതാണ്? ഡി, കൈതവമാണ്. ആദർശം, കണ്ണാടി, ദർപ്പണം ഇതൊക്കെ എന്താണ്? കണ്ണാടിയുടെ പര്യായ പദങ്ങളാണ്. ആ പ്ലസ് അൻ, അവൻ. അവൻ എന്ന് പറയുമ്പോൾ അത് ഏത് സന്ധിയാണ് വരുന്നത്? ആഗമസന്ധിയാണ് അവിടെ വരുന്നത്. ആപ്പിൾ ഓഫ് ദ ഐ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ വിവർത്തനമാണ് എന്ത്? കണ്ണിലുണ്ണി. ആപ്പിൾ ഓഫ് ദ ഐ, കണ്ണിലുണ്ണി. കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട എന്ന ചൊല്ലിൻ്റെ മഹാത്മ്യം എന്താണ്? കൊച്ചിയുടെ എന്ന ചൊല്ലിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കൊച്ചിയുടെ മഹാത്മ്യമാണ്. കൊച്ചി അത്ര നല്ലതായത് കൊണ്ടാണ് കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട എന്ന് പറയുന്നത്. മടി പ്ലസ് ശീല ചേർത്തെഴുതിയ രൂപമാണ് എന്ത്? മടിശീല. മടിശീല. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, മടിശീല. ശരിയായ രൂപം കണ്ടെത്തി എഴുതുക. യാദൃച്ഛികം. ഇവിടെ ഓപ്ഷൻ സി ആണ്, യാദൃച്ഛികമാണ്. ഇതുമല്ല എന്ന് നമുക്കറിയാം. നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്നത് ഇതാണ്, യാദൃച്ഛികമാണ് ആൻസർ ആയിട്ട് വരുന്നത്. കുടിക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾ എന്താണ്? പിപാസു. പിപാസു ആണ് കുടിക്കാൻ ആഗ്രഹിക്കുന്നവൾ. ബുഭുക്ഷു എന്തായിരുന്നു? ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത്. ദിദൃക്ഷു എന്ന് പറഞ്ഞാൽ കാണാൻ. പിപടിഷു എന്താണ്? പഠിക്കാൻ. ഇതൊക്കെ എന്താണ്? പഠിച്ചു വെക്കുക. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. വെള്ളത്തിൽ എഴുതുക എന്ന പ്രയോഗത്തിന് അർത്ഥമാണ് എന്താ? ഫലമില്ലാത്ത പ്രവർത്തിക്കുക അല്ലേ. വെള്ളത്തിൽ എഴുതിയിട്ട് വല്ല കാര്യമുണ്ടോ? അതിങ്ങനെ മാഞ്ഞു പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ഒരിക്കലും നമുക്കതിൽ എഴുതാൻ പറ്റില്ല. അതായത് ഒരു ഫലവുമില്ലാത്ത പ്രവർത്തിക്കുന്നതിനെയാണ് വെള്ളത്തിൽ എഴുതുക. വെള്ളത്തിൽ വരച്ച വര പോലെയാണെന്നൊക്കെ പറയില്ലേ, അതാണ് ഫലമില്ലാത്ത പ്രവൃത്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് 36/2023 ക്വസ്റ്റ്യൻ പേപ്പറാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം എന്ന് പറയുന്നത് ഓപ്ഷൻ സി, സതീർത്ഥ്യൻ. ഇങ്ങനെയാണ് സതീർത്ഥ്യൻ എഴുതുന്നത്. പറയാൻ ആഗ്രഹിക്കുന്നവനാണ് എന്ത്? പറയാൻ ആഗ്രഹിക്കുന്നവരാണ് വിവക്ഷ. വിവക്ഷ. ദിദൃക്ഷ നമ്മൾ പറഞ്ഞു കാണാൻ ആഗ്രഹിക്കുന്ന. ജിഗീഷ എന്ന് പറഞ്ഞാൽ ജയിക്കാനുള്ള ആഗ്രഹമൊക്കെയാണ്.
തിക്തം എന്നതിൻ്റെ വിപരീത തിക്താനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ വേദനാജനകം അല്ലെങ്കിൽ കൈപ്പേറിയ അനുഭവങ്ങൾ എന്നൊക്കെ പറയാം. അപ്പം അതിൻ്റെ വിപരീതം എന്ന് പറയുമ്പോൾ എന്താണ്? മധുരമാണ്. ആപ്പിൾ ഓഫ് ദ ഐ എന്താണ്? കണ്ണിലുണ്ണി. തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും അതായത് 34/2023 ഇത് തന്നെ ചോദിച്ചിട്ടുണ്ട്. അതായത് അടുപ്പിച്ചടുപ്പിച്ചുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു രണ്ടും, അതിലും ചോദിച്ചിട്ടുണ്ട്. ആപ്പിൾ ഓഫ് ദ ഐ എന്താണ്? കണ്ണിലുണ്ണി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മീൻ എന്നർത്ഥം വരുന്നതാണ് എന്ത്? ജഷം. ചഷമാണ് എന്ത്? മീൻ. ചഷം. ഏറ്റുപാടുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലിയാണെന്ത്? ശിങ്കിടി പാടുക. അതാണ് ഏറ്റുപാടുക. ചുമ എന്നർത്ഥം വരുന്ന പദമാണ് കാസം. കാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ചുമ. കരി പ്ലസ് പുലിയാണ് എന്ത്? കരിമ്പുലി. ഓപ്ഷൻ സി കരിമ്പുലി. പൂജക ബഹുവചനത്തിന് ഉദാഹരണമായ പദമാണ് എന്ത്? പൂജക ബഹുവചനമാണെങ്കിൽ എന്ത് വരും അവിടെ? സ്വാമികൾ. സ്വാമികൾ. വെയിൽ നാളം എന്ന പദം വിപുലീകരിച്ചത് എന്താണ്? വെയിലിലുള്ള നാളം, വെയിലാലുള്ള നാളം, വെയിൽ കൊണ്ടുള്ള നാളം ഒന്നുമല്ല, വെയിലിൻ്റെ നാളത്തെയാണ് നമ്മൾ വെയിൽ നാളം എന്ന് പറയുന്നത്. ഏഷണി എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലിയാണ് എന്ത്? ഏഷണി. ഏഷണി എന്ന് പറഞ്ഞാൽ എന്താണ്? നാരദക്രിയ. നാരദക്രിയയാണ് നമ്മൾ ഏഷണി പറയുക എന്ന് പറയുന്നത്. ഭിക്ഷു എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപം ഭിക്ഷു. ഭിക്ഷു എന്ന് പറഞ്ഞാൽ എന്താണ്? 41/2000 ഇത് നമ്മുടെ സിവിൽ എക്സൈസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സിവിൽ എക്സൈസ്. ഭിക്ഷു, ഭിക്ഷുകി. ഓപ്ഷൻ ബി ആണ്. ഭിക്ഷു സ്ത്രീലിംഗമാണ് ഭിക്ഷുകി. താഴെ പറയുന്നതിൽ ദ്വന്ദ്വ സമാസത്തിന് ഉദാഹരണമാണ് എന്ത്? അശ്വങ്ങൾ. ഗജവും അശ്വവും രണ്ടിനും പ്രാധാന്യമുള്ളതിനാണ് നമ്മൾ ദ്വന്ദ്വ സമാസം എന്ന് പറയുന്നത്. ഗജാശ്വങ്ങൾ, ആനയും കുതിരയും. ഋഷിയെ സംബന്ധിച്ചത് ആർഷം. വിയോഗം എന്ന വാക്കിന്റെ വിപരീത പദമാണ് എന്ത്? വിയോഗം. ഓപ്പോസിറ്റ് എന്തായിരിക്കും? സംയോഗം. കാടിയായാലും മൂടി കുടിക്കണം എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്താണ്? കാടി മറച്ചു വെച്ച് കുടിക്കണം, കാടി മൂടിയാണ് കുടിക്കേണ്ടത്, കാടി മൂടി കുടിക്കണം. ഒന്നുമല്ല, ഇല്ലായ്മ എന്താണ്? മറ്റുള്ളവരെ അറിയിക്കരുത്. നമ്മൾ കുടിക്കുന്ന കാടിയാണെങ്കിലും എന്താ? മൂടി കുടിക്കണം. നമ്മുടെ ഇല്ലായ്മ മറ്റുള്ളവരെ അറിയിക്കേണ്ട കാര്യമില്ല. താഴെ പറയുന്നവയിൽ പക്ഷിയുടെ പര്യായം. പക്ഷി എന്നയുടെ പര്യായമാണ് എന്ത്? ഗഗം. ഗൗളി എന്താണ്? പല്ലിയാണ്. ഗഗം. താഴെ പറയുന്നവയിൽ പൂജക ബഹുവചനം. പൂജക ബഹുവചനത്തിന് ഉദാഹരണം എന്താണ്? ഇവിടെ ദ്രോണർ. ദ്രോണർ എന്ന് പറയുന്നത് നമ്മൾ പൂജക ബഹുവചനമായിട്ട് ഉപയോഗിക്കുന്നതാണ്. പരിഭാഷപ്പെടുത്തുക. വാട്ട് എവർ യു ഡു ദേ വിൽ കണ്ടിന്യൂ ടു ദ പുവർ. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും എന്താണ്? ദേ വിൽ കണ്ടിന്യൂ ടു ദ പുവർ. അവർ ദരിദ്രരായി തന്നെ തുടരുക തന്നെ ചെയ്യും. വാട്ട് എവർ യു ഡു, നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അവർ ദരിദ്രരായി തുടരും. താഴെ പറയുന്നവയിലെ വാക്യത്തിലെ തെറ്റ് തിരുത്തുക. പ്രസംഗത്തിനിടയിൽ മദ്യം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മന്ത്രി ഉദ്ബോധിച്ചു. എങ്ങനെയാണിത് വരുന്നത്? മദ്യം പ്രസംഗത്തിനിടയിൽ ഉപയോഗിക്കരുതെന്ന് മന്ത്രി ഉദ്ബോധിച്ചു. അതെന്താണ്? തെറ്റാണ്. പിന്നെ എന്ത് വരും? മദ്യം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മന്ത്രി പ്രസംഗത്തിനിടയിൽ ഉദ്ബോധിച്ചു. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് UPST ആണ്. ഇതിൽ നമ്മൾ 6 ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളൂ. കാര്യം ബാക്കി 4 എന്തായിരുന്നു? അവരുടെ പെഡഗോഗിയും സൈക്കോളജിയുമായിരുന്നു. അപ്പം നമുക്ക് 6 ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത്. ബന്ധുജനങ്ങൾ മുഴുവൻ ഈ പ്രേമ ബന്ധത്തിൽ എന്നോട് എതിർത്തു നിൽപ്പു. പ്രാണന്റെ ബന്ധവും തൂക്കി നോക്കുന്നത് നാണയത്തുട്ടുകളാണ് പോലും. ഏത് കഥാപാത്രത്തിന്റെ വരികളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഓപ്ഷൻ ബി ചന്ദ്രിക. ഇത് നമ്മുടെ കലാസാഹിത്യം എന്നൊരു ടോപ്പിക്കിലേക്ക് വരാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറാണിത്. കാക്കനാടൻ എന്നത് ആരുടെ തൂലികാ നാമമാണ്? കാക്കനാടൻ ആരാണ്? ജോർജ് വർഗീസ്. താഴെ തന്നിരിക്കുന്നതിൽ മാധ്യമ പുരുഷന് ഉദാഹരണമാണ് എന്ത്? നിന്റെ. ജോർജ് ഓണക്കൂറിന്റെ ആത്മകഥയാണ് എന്ത്? ജോർജ് ഓണക്കൂറിന്റെ ആത്മകഥയാണ് ഹൃദയരാഗങ്ങൾ. കണ്ണുനീർ എന്നർത്ഥം വരുന്ന പദമാണ് എന്ത്? ലോചം. ലോചമാണ് കണ്ണുനീർ. തന്നിരിക്കുന്നവയിലെ തെറ്റായ ഭാഗം. എല്ലാ മാസം തോറും നിശ്ചിത തുക ബാങ്കിൽ നിക്ഷേപിക്കാൻ അയാൾ ശ്രദ്ധിച്ചു. ഒന്നുകിൽ എല്ലാ മാസവും എന്ന് വരാം, അല്ലെങ്കിൽ മാസം തോറും എന്ന് വരാം. രണ്ടും കൂടി വരില്ല. സോ ഇതാണ് ഇവിടെ തെറ്റായ ഭാഗമായിട്ട് വരുന്നത്. എല്ലാ മാസം തോറും എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എന്താണെന്ന് നോക്കിക്കേ. ശരിയായ പദം എഴുതുക. ഇത് നമ്മുടെ അസിസ്റ്റന്റ് അതേപോലെ ക്ലറിക്കൽ പോസ്റ്റിലൊക്കെ വന്നതാണ്. 60/2023 ശരിയായ പദം. എങ്ങനെയാണ് ഇവിടെ ശരിയായ പദം എഴുതുന്നത്? അഭിവാഞ്ച. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. സാധനങ്ങൾ വിൽക്കുന്നയാളിനെ പറയുന്ന പേരാണ് വിക്രേതാവ്. കുതിര എന്ന പദത്തിന്റെ പര്യായ പദം അല്ലാത്തതാണ് അസിദ്ധം. അസിദ്ധം എന്ന് പറയുന്നത് എന്താണ്? ഗോടകം, വാജി, തുരകം. ഇതെല്ലാം എന്താണ്? കുതിരയാണ്. അപ്പം അത് പഠിച്ചു വെക്കുക. ഗോടകം, വാജി, തുരകം. നിരാമയം എന്നതിൻ്റെ വിപരീത പദം എഴുതുക. നിരാമയം. ആമയം, നിരാമയം. അതേപോലെ അബദ്ധം പ്രവർത്തിക്കുക എന്നതിന് അനുയോജ്യമായ ശൈലിയാണ് എന്താ? അബദ്ധം പ്രവർത്തിക്കുക. എന്താണ് അബദ്ധം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കാട് കാട്ടുക.
തലമുടി എന്ന പദത്തിന്റെ സമാനമായ പദമാണ് എന്ത്? കുന്തളം. കുന്തളം എന്ന് പറഞ്ഞാൽ എന്താണ്? തലമുടിയാണ്. ചേർത്തെഴുതുക. നെല് പ്ലസ് മണിയാണ് എന്ത്? നെന്മണി. നെല് പ്ലസ് മണി നെന്മണി. കൂട്ടത്തിൽ പെടാത്തത് ഏത്? കേമൻ കേമി, അവൻ അവൾ, തടിനി തടിയൻ, ആങ്ങള പെങ്ങൾ. തടിനി എന്ന് പറഞ്ഞാൽ എന്താണ്? നദിയുടെ പര്യായമാണ് തടിനി. 8000 എന്ന പദം പിരിച്ചെഴുതുമ്പോൾ എന്ത് വരും? എൻ പ്ലസ് 1000 8000. താഴെ പറയുന്നതിൽ ശരിയായ വാക്യം എഴുതുക. ഇത് കുട്ടികൾക്കും കൂടി അറിയാം, അങ്ങനെ പറയില്ല അല്ലേ? ഇനി അവർ ഓരോ വീട് തോറും കയറി, ഓരോ തോറും, അത് രണ്ടും വരില്ല. ഏതാണ്ട് 15ഓളം. ഈ ഏതാണ്ട് എന്ന് പറയുന്നത് മോളം എന്ന് പറയുന്നത് സെയിം മീനിങ് ആണ്, അതും വരില്ല. തിങ്കളാഴ്ച തോറും ഇറങ്ങുന്ന വാരികയാണിത്. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് 76/2023 ആണ്. ശരിയായ പദം തിരഞ്ഞെടുക്കുക. എങ്ങനെയാണ് പാദസരം എന്ന് എഴുതുന്നത്? പാദസരം, സ്വരമല്ല സരമല്ല, ഇതാണ് പാദസരം. ഒരു സാമതി. ലോകത്തെ സംബന്ധിക്കുന്നത് എന്നതിൻ്റെ ഒറ്റപ്പദമാണ് ലൗകികം. കഴുത്ത് എന്ന പദത്തിൻ്റെ പര്യായ പദമാണ് ഗളം. ഗളമാണ് കഴുത്ത്. കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ല് തിരഞ്ഞെടുക്കാൻ. മടിയൻ മല ചുമക്കും, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, കുന്തം പോയാൽ കുടത്തിൽ തപ്പണം, മുളയിലറിയാം വിള. അപ്പം എന്തായിരുന്നു ഓപ്ഷൻ? കൃഷിയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് മുളയിലറിയാം വിള. നീചം എന്ന പദത്തിൻ്റെ വിപരീത പദമാണ് എന്ത്? നീചം. ഓപ്പോസിറ്റാണ് ഉച്ചം. ഉച്ചനീചത്ത് എന്നുള്ള കേട്ടിട്ടില്ലേ? അപ്പം നീചം ഓപ്പോസിറ്റ് ഉച്ചമാണ്. പ്രഥമ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ കവിയാണ് ആര്? ജി ശങ്കരക്കുറുപ്പ്. ഓൾ ഗ്ലിറ്റേഴ്സ് ആർ നോട്ട് ഗോൾഡ്. എന്താണ്? മിന്നുന്നതെല്ലാം പൊന്നല്ല. ശരിയായി പിരിച്ചെഴുതുക. തിരു പ്ലസ് തിരുവോണം, തിരുവോണം. ശരിയായി പിരിച്ചെഴുതിയ രൂപം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഏതാണ്? തൊണ്ട പ്ലസ് ഇടറിയാണ്, തൊണ്ട ഇടറി. ഇത് തിരു പ്ലസ് ഓണമാണ്, ഇത് മര പ്ലസ് കൊമ്പാണ്. അപ്പോൾ എന്താണ് നമുക്ക് ആൻസർ വരുന്നത്? തൊണ്ട പ്ലസ് ഇടറി, തൊണ്ട ഇടറി. ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഒരു നാമത്തിന് പകരം ഉപയോഗിക്കുന്ന നാമം അറിയപ്പെടുന്ന പേരാണ് എന്ത്? സർവനാമം. പാദധൂളി എന്ന പദത്തിൻ്റെ ശരിയായ വിഗ്രഹാർത്ഥമാണ് പാദത്തിലെ ധൂളി. പാദത്തിലെ ധൂളി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. തന്നിട്ടുള്ളതിൽ ശരിയായ പദം എഴുതുക. തഥാഗതൻ. ഇത് നമ്മുടെ ടൈപ്പിസ്റ്റിൻ്റെയാണ്. ടൈപ്പിസ്റ്റ് ആകുമ്പോഴേക്കും 20 മാർക്കാണ് മലയാളം വരുന്നത്. ടൈപ്പിസ്റ്റിന് 20 മാർക്കാണ്. 81/23 നോക്കിക്കേ, ശരിയായ പദമാണ് ആൻസർ വരുന്നത് തഥാഗതൻ. ഇതായാണ് തഥാഗതൻ. ഡെമി ഒഫീഷ്യൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അർദ്ധ ഔദ്യോഗിക കത്തിനെയാണ് നമ്മൾ ഡെമി ഒഫീഷ്യൽ ലെറ്റർ എന്ന് പറയുന്നത്. അർദ്ധ ഔദ്യോഗിക കത്ത്. വിശേഷണ വിടർന്നത് എന്നർത്ഥം വരുന്ന ഒറ്റ പദമാണ് എന്ത്? വ്യാകോശം. വ്യാകോശം. ഇതൊന്നും നമ്മൾ റയറായിട്ട് ചോദിച്ചു കാണുന്നതാണ്. അപ്പോൾ അതും കൂടി ഒന്ന് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. വിശേഷണ വിടർന്നത്, വ്യാകോശം. ചീവീടിൻ്റെ പര്യായ പദം എന്താണ്? ചില്ലിക. ചീവീടിൻ്റെ പര്യായം ചില്ലിക. സൈരന്ധ്രി എന്ന വാക്കിൻ്റെ അർത്ഥം, നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് പോകും, പക്ഷെ സൈരന്ധ്രിയുടെ അർത്ഥം എന്താണ്? അണിയിച്ചൊരുക്കുന്നവൾ. പ്രാക്തനം എന്ന പദത്തിന്റെ വിപരീത പദമാണ് എന്ത്? അനുദാതനം. പ്രാക്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? പുരാതനം. അപ്പൊ അനുദാതനം അധുനാദനം എന്താണ്? അത് നിലവിലുള്ളത്, ഇപ്പോഴുള്ളതെന്നൊക്കെയാണ് അധുനാദനത്തിന്റെ മീനിങ്. അപ്പൊ പ്രാക്തനം എന്ന് പറഞ്ഞാൽ പുരാതനമാണ്. മണലുകൊണ്ട് കയറ് പിരിക്കുക എന്താണ്? വിഡ്ഢിത്ത പ്രവൃത്തിയാണല്ലേ, ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. അപ്പൊ വിഡ്ഢിത്ത പ്രവൃത്തിയാണ് നമ്മൾ എന്ത് പറയുന്നത്? മണലുകൊണ്ട് കയറ് പിരിക്കുക എന്നുള്ളത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രയോഗം ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രയോഗം എന്ന് പറയുന്നത് പുരാതന കവിത്രയം. അതായത് കവിത്രയം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം 3 എണ്ണമാണെന്ന്. അവിടെ വീണ്ടും എന്ത് വേണ്ട? കവിത്രയങ്ങൾ എന്നുള്ള ഒരു പ്ലൂറൽ ഫോമിലോട്ട് വേണ്ട. അപ്പോൾ പുരാതന കവിത്രയം എന്ന് തന്നെ മതി. ദ സ്പിരിറ്റ് ഈസ് വില്ലിംഗ് ബട്ട് ദ ഫ്ലഷ് ഈസ് വീക്ക്. എന്താണ്? മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിലും നമുക്ക് എന്താണ്? ബട്ട് ദ ഫ്ലഷ് ഈസ് വീക്ക്. നമ്മുടെ മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിലും എന്താണ്? നമ്മുടെ ശരീരം അനുവദിക്കുന്നില്ല. ദുർബലമായ ശരീരം അനുവദിക്കുന്നില്ല. മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. അപ്പോൾ ദുഗ്ധം എന്താണ്? ദുഗ്ധം എന്ന് പറഞ്ഞാൽ പാലാണ്. അപ്പോൾ ഇവിടെ പാലുമായി ബന്ധപ്പെട്ട ഏതാണ്? പയസ്. പയസും എന്താണ്? പാലാണ്. താഴെ കൊടുത്തിരിക്കുന്ന സ്ത്രീലിംഗ രൂപമാണ് ഏത്? വിദുഷി. വിദ്വാൻ, വിദുഷി. തണ്ടാർ എന്ന പദം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ്? തൺ പ്ലസ് താർ. അതാണ് തണ്ടാർ. തൺ പ്ലസ് താർ. അബ്ജദളാക്ഷൻ, അതായത് എന്താണ്? അബ്ജദളം പോലെയുള്ള കണ്ണുള്ളവൻ, അതിനെയാണ് അബ്ജദളാക്ഷൻ എന്ന് പറയുന്നത്.
ആഗ്രഹം ശക്തമാണെങ്കിൽ എന്തും നേടിയെടുക്കാം എന്ന അർത്ഥം വരുന്ന ചൊല്ലെന്താണ്? കാറ്റ് നന്നെങ്കിൽ കല്ലും പറക്കും. നോക്കിക്കേ, കാറ്റ് നന്നാണെങ്കിൽ എന്താണ്? കല്ല് വേണമെങ്കിലും പറക്കും എന്നുള്ളത്. എൻഡോസ്മെന്റ് എന്ന വാക്കിന് പകരം പറയാവുന്ന മലയാള പത്രമാണ് എൻഡോസ്മെന്റ്, മേലെഴുത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിക്കേ, ഒരു കവിതയാണ് തന്നിരിക്കുന്നത്. അതിൽ അടിവരയിട്ട പദത്തിന് പകരം പറയാവുന്ന പദമാണ്. അടിവരയിട്ടിരിക്കുന്നത് നോക്കിക്കേ, അർബഗർ. അർബഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടികൾ. ഞാൻ ഈ കവിത കുറേ തവണ വായിച്ചു, പക്ഷെ ഞാൻ വായിച്ചിട്ട് വേറെ എന്തൊക്കെയോ ആയി പോകുന്നതുകൊണ്ടാണ് അർബഗർ കവിത വായിക്കാത്തത്. അപ്പോൾ അർബഗർ എന്ന പകരം പറയാവുന്ന പദമാണ് എന്ത്? കുട്ടികൾ എന്ന് പറയുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? ചില പരിപാടികൾ വീണ്ടും പുനഃപ്രക്ഷേപണം ചെയ്യുക എന്നത് ഒരു തന്ത്രമാണ്. വീണ്ടും പുനഃപ്രക്ഷേപണം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? വീണ്ടും കാണിക്കുന്നതിനെയാണ്. അപ്പോൾ വീണ്ടും എന്താണ്? പുനഃപ്രക്ഷേപണം എന്നൊരു വാക്ക് അല്ലെങ്കിൽ വീണ്ടും എന്നൊരു വാക്ക് എന്ന് അവിടെ വേണ്ട. പെട്ടെന്നുണ്ടായ ആകസ്മിക സംഭവം അവൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നുണ്ട്. പിന്നെ എന്താണ്ട്? ഓരോരോ മാസം തോറും എന്താണ്? തോറും ഇതൊന്നും വേണ്ട. കഥാപാത്രങ്ങളുമായി വായനക്കാരൻ താതാത്മ്യപ്പെടുമ്പോഴാണ് യഥാർത്ഥ അനുഭവം ആസ്വാദനം സംഭവിക്കുന്നത്. ഇനി പെട്ടെന്നുണ്ടായ ആകസ്മിക സംഭവം, ഈ ആകസ്മിക സംഭവം എന്ന് മതി. പെട്ടെന്നുണ്ടായ സംഭവത്തെയാണ് നമ്മൾ ആകസ്മിക സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ രണ്ടും കൂടി വേണ്ട. ഇനി അതേപോലെ ഓരോരോ തോറും, ഇത് രണ്ടും എന്താ? റിപ്പീറ്റേഷനാണ്, വേണ്ട. അപ്പം നമുക്ക് ആൻസർ വരുന്നത് കഥാപാത്രങ്ങളുമായി വായനക്കാരൻ താതാത്മ്യപ്പെടുമ്പോഴാണ് യഥാർത്ഥ ആസ്വാദനം സംഭവിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ അലിംഗ ബഹുവചനം ഏത്? അലിംഗം, അഭിഭാഷകർ. അവിടെ എന്താണ്? അഭിഭാഷകർ എന്ന് പറയുമ്പോൾ അവിടെ ആണാണോ പെണ്ണാണോ ഒന്നും നമുക്ക് മനസ്സിലാവത്തില്ല അല്ലേ? താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ പദം ഏത്? തെറ്റായ പദം ഏതാണ്? അധപ്പതനം. ഇവിടെ എങ്ങനെയാണ് അധപ്പതനം എഴുതുന്നത്? അധപ്പതനം ഇങ്ങനെയാണ് എഴുതേണ്ടത്. ശരിയായ പദച്ചേർച്ച ഏത്? എരി പ്ലസ് തീ, എരിതി. ഇതാണ് ശരിയായുള്ള. ബാക്കി എല്ലാം തെറ്റ്. ആ പ്ലസ് അന്നാണ് അവൻ. അതേപോലെ എരി പ്ലസ് തീ ആണ് എരുതി. ഇത് മാത്രമാണ് ഇവിടെ ശരിയായ പ്രസ്താവന വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കേ. അങ്കാരം എന്ന പദത്തിന് യോജിച്ച സമാന പദം ഏത്? അങ്കാരം. അങ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? തീക്കനൽ. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും അപ്രൂവ്ഡ് ആസ് പ്രപ്പോസ്ഡ് എന്നതിന് യോജിച്ച മലയാള പരിഭാഷ. അപ്രൂവ്ഡ് ആസ് പ്രപ്പോസ്ഡ് എന്താണ്? നിർദ്ദേശിച്ച പ്രകാരം അംഗീകരിച്ചു. ഉദ്ധാനം പിരിച്ചെഴുതുക. എങ്ങനെയാണ് ഉദ്ധാനം പിരിച്ചെഴുതുന്നത്? പ്ലസ് സ്ഥാനം, ഇതാണ് ഉദ്ധാനം എന്നത്. സംശയമില്ലാത്തത് എന്നർത്ഥം വരുന്ന പദമാണ് എന്ത്? അസന്ദിഗ്ധം. അസന്ദിഗ്ധം. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. കണ്ടോ, എല്ലാം എന്താണ്? അസന്നിഗ്ധം, അസന്ദിഗ്ധം എല്ലാം. അപ്പോൾ എഴുതേണ്ട എങ്ങനെയാണെന്ന് കൂടി നോക്കുക. അസന്ദിഗ്ധം. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. ഏതാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്? അന്തസ്സും ആഭിജാത്യവും സുന്ദരിയും സമൃദ്ധവുമായ കഥാനായിക. തിരുവനന്തപുരത്ത് 2ഉം കണ്ണൂർ 3ഉം ആലപ്പുഴ 5 മില്ലിലിറ്ററും മഴ പെയ്തു. ഇവിടെ ആലപ്പുഴയിൽ അല്ലേ, തിരുവനന്തപുരത്ത് എന്നൊക്കെ അങ്ങനെ തന്നെ വേണം. വന്നു ചേർന്ന ആപത്തുകളെല്ലാം നന്മ നിറഞ്ഞവരുടെ സഹായത്താൽ വളരെ വേഗം നീങ്ങിക്കിട്ടി. സമ്മേളനത്തിൽ ഏകദേശം 1000-ഓളം. ഈ ഓളവും ഏകദേശം എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടും സെയിം മീനിങ്. അപ്പോൾ രണ്ടും കൂടി റിപ്പീറ്റേഷൻ വരത്തില്ല. അപ്പോൾ ഇവിടെ ആൻസർ ചെയ്താൽ വരുന്നത് വന്നു ചേർന്ന ആപത്തുകളെല്ലാം നന്മ നിറഞ്ഞവരുടെ സഹായത്താൽ വളരെ വേഗം നീങ്ങിക്കിട്ടി എന്നുള്ളതാണ്. ഇനി തൻ പ്ലസ് കൽ. തൻ പ്ലസ് കൽ എന്ന് പറഞ്ഞാൽ തങ്കൽ എന്നാണ്. തങ്കൽ, തൻ പ്ലസ് കൽ. കാണാൻ ആഗ്രഹിക്കുന്നവൻ ആരാണ്? ദിദിർക്ഷു അല്ലേ. ബുഭുക്ഷു എന്താണ്? ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ. കുളിച്ച കടവ് മറക്കരുത് എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞ അനുഭവങ്ങളും പ്രവർത്തികളും നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. കഴിഞ്ഞ അനുഭവങ്ങളും പ്രവർത്തികളും ഒരിക്കലും മറക്കരുത്. മോതിരം എന്ന പദത്തിന് യോജിച്ച പര്യായ പദങ്ങളാണ് അങ്കുലീയവും ഊർമികയും. അങ്കുലീയം, ഊർമിക. അങ്കുലീയം. സ്ഥാവരം എന്ന പദത്തിൻ്റെ എതിർപദം നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു, ജംഗമത്തിൻ്റെ എതിർപദം. അപ്പോൾ സ്ഥാവരത്തിൻ്റെ എന്താണ്? ജംഗമം. സ്ഥാവരം, ജംഗമം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കേ. വിവാഹം ചെയ്ത ഭാര്യയോടുകൂടി പാർക്കുന്നവൻ എന്നർത്ഥം വരുന്ന ഒറ്റപ്പദമാണ് എന്ത്? ഗൃഹസ്ഥൻ. അപ്പോൾ ഗൃഹസ്ഥൻ എങ്ങനെയാണ് എഴുതുന്നത്? ഇതാണ് ഗൃഹസ്ഥൻ, ഇതാണ് ശരി. സോ ഇവിടെ ആൻസർ ചെയ്ത് വരും 2 മാത്രം ശരി. നമ്മൾ നേരെ ബി കൊണ്ട് അടയാളപ്പെടുത്തരുത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 2 മാത്രം ശരി. മലയാളികൾ എന്ന പദം ഏത് ബഹുവചന രൂപമാണ്? ഏത് ബഹുവചനമാണ്? അലിംഗമാണ്. മലയാളികൾ എന്ന് പറയുമ്പോൾ അത് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ വരും. അപ്പോൾ അവിടെ ഏത് വരും? 3 മാത്രമാണ് ഇവിടെ ശരി. സോ ഓപ്ഷൻ സി ആണ് വരുന്നത്. ഉൽഗതി എന്ന പദത്തിൻ്റെ വിപരീതമാണ് അധോഗതി. സോ ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് ഇവിടെ ശരി. മലരമ്പൻ എന്ന പദത്തിന് പിരിച്ചെഴുതിയാൽ എങ്ങനെ വരും? മലരമ്പൻ. എങ്ങനെ വരും? മലര് പ്ലസ് അമ്പൻ. അതായത് ഓപ്ഷൻ എ. ഇതാണ് ആൻസർ വരുന്നത്. മലര് പ്ലസ് അമ്പൻ. രാത്രി എന്ന പദത്തിൻ്റെ പര്യായ പദം അല്ലാത്തത് നിശരാത്രിയാണ്. നോക്കിക്കേ,
ത്രിയാമ അത് രാത്രിയാണ്, ക്ഷണപ്രഭയാണ് രാത്രി എന്ന പദമല്ലാത്തത്. സോ ഇവിടെ ആൻസർ ഏതാ പറയുന്നത്? സി മാത്രമാണ്. സോ ഓപ്ഷൻ 4 മാത്രമാണ്. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം. ഇംഗ്ലീഷിലെ പോലെ മലയാളത്തിലും തെറ്റുകൾ വരാം, ഇംഗ്ലീഷിൽ എന്ന പോലെ മലയാളത്തിലും തെറ്റുകൾ വരാം, ഇംഗ്ലീഷിൽ എന്ന പോലെ മലയാളത്തിലും തെറ്റുകൾ വരാം, ഇംഗ്ലീഷിലും മലയാളത്തിലും തെറ്റുകൾ ഒരേപോലെ വരാം. ഇവിടെ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഇംഗ്ലീഷിലെ പോലെ തന്നെ മലയാളത്തിലും തെറ്റുകൾ വരാം. ഓപ്ഷൻ 2 ആണ്. അതായത് ഇവിടെ ഓപ്ഷൻ ബി 2 മാത്രമാണ് ഇവിടെ ശരിയായ പ്രസ്താവന വരുന്നത്. വെണ്ണീറ് എന്നത് പദം പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ് വരുന്നത്? വെണ്ണ് പ്ലസ് നീറ്. ഓപ്ഷൻ വെൾ പ്ലസ് നീറ്, വെൺ പ്ലസ് നീറ്, വെൻ പ്ലസ് നീറ്. ഇവിടെ ഏതാണ്? വെൺ പ്ലസ് നീറാണ് വെണ്ണീറ്. സോ ഓപ്ഷൻ എ 3 മാത്രമാണ് ഇവിടെ ശരിയായ പ്രസ്താവന. ശരിയായ പദം കണ്ടെത്തുക. തിഥി നോക്കാതെ വരുന്നവനാണ് ആര്? അതിഥി. അപ്പോൾ ഇവിടെ ഏതാണ്? ഇതാണ് ശരി. സോ ഇവിടെ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ഡി ആണ്, അതിഥി. ഓപ്ഷൻ ഡി 1 മാത്രം. ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. കാര്യം ഇവിടുത്തെ ആൻസർ നമ്മളിവിടെ ഇവിടെ ഇതാണ് ആൻസർ എന്ന് കണ്ട് നമ്മൾ നേരെ സി മാർക്ക് ചെയ്യരുത്. ഇവിടെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോഴേക്കും അവർക്ക് നമുക്ക് തെറ്റിക്കാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. താഴെ തന്നിരിക്കുന്നതിൽ ഒരവസ്ഥയെയോ വസ്തുതയെയോ സൂചിപ്പിക്കുന്ന പഴഞ്ചൊല്ലുകളാണ് എന്താ? കൈയാടിയാലേ വായാടു, പനിക്കു പട്ടിണി. ഇത് രണ്ടുമാണ് ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു വസ്തുതയെ സൂചിപ്പിക്കുന്നത്. സോ ആൻസർ 79 വരുന്നത് ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉം മാത്രമാണ് ഇവിടെ ശരി. ബ്ലൂ ബ്ലഡ് ഉന്നത കുലജാതൻ. ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് രേഖാമൂലം. പ്രോസ് ആൻഡ് കോൺസ് അനുകൂല പ്രതിസന്ധികൾ. റെഡ് ലെറ്റർ ഡേ എന്ന് പറഞ്ഞാൽ അവസാന ദിവസമല്ല, മെമ്മറബിൾ ഡേ പ്രധാനപ്പെട്ട ദിവസം എന്നൊക്കെ പറയും. മെമ്മറബിൾ ഡേ ആണ്. സോ ഇവിടെ ആൻസർ വരുന്നത് തെറ്റായ തർജ്ജിമയാണ്. സോ ആൻസർ ഇതാണ് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒന്ന് തർജ്ജിമ പഠിച്ചു വയ്ക്കുക. ബ്ലൂ ബ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉന്നത കുലജാതൻ. ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ രേഖാമൂലം, പ്രോസ് ആൻഡ് കോൺസ് ആണെങ്കിൽ അനുകൂല പ്രതിവാദങ്ങൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇതിലും ഏകദേശം ഒരു 180ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ ഇനിയുമുണ്ട്. 2023 ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറും കൂടിയുണ്ട്. കാര്യം വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നത് കൊണ്ടാണ് നിർത്തിയത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, എന്തെങ്കിലും നിങ്ങൾക്കത് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും, അതേപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അതൊന്ന് കമൻ്റായിട്ടും കൂടി രേഖപ്പെടുത്തുക. താങ്ക്